ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അല്ലേ. മൂക്കിന് ഇരുവശത്തും താടിയിലും ഒക്കെ ഇതുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മളിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ക്രബ് ചെയ്യാറും പീൽ ഓഫ് ചെയ്യാറും ഒക്കെ ഉണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ ഫേസ് ഒന്ന് ആവി പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീമറോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് അങ്ങനെയോ ആവി പിടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫേസ് ആവി പിടിച്ച് കഴിഞ്ഞു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവി പിടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂളിന് 20 രൂപ വിലയേ ഉള്ളൂ. എല്ലാ ഫാൻസി സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ആ ഭാഗത്തെ സ്കിൻ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് പ്രസ് ചെയ്ത് നമ്മൾ സ്കിന്നിൽ മുറിവുണ്ടാക്കരുത്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയി വരും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൽ റിമൂവായി വന്നിരിക്കുന്ന വൈറ്റ് ഹെഡ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇനി അതൊരു ബ്ലാക്ക് തുണിയിൽ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ മൂക്കിന് ഇരുവശത്തുമൊക്കെ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. ഇനി ഈ ഒരു ബ്ലാക്ക് സർഫസിലേക്ക് ഞാൻ വെച്ച് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, എത്രത്തോളം വൈറ്റ് ഹെഡ്സൊക്കെ എൻ്റെ ഫേസിൽ നിന്ന് റിമൂവായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിക്കാം എത്രത്തോളമാണ് വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവായിട്ട് വന്നിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഇത്രത്തോളം വൈറ്റ് ഹെഡ്സ് റിമൂവായി വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ഇതിൽ കാണാൻ പറ്റില്ല, വൈറ്റ് ഹെഡ്സ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി അത് നന്നായിട്ട് ഈ രീതിക്ക് തന്നെ പ്രസ് ചെയ്യുക. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് റിമൂവായി വരട്ടെ എന്ന് കരുതി ഒരുപാട് പ്രസ് ചെയ്യുകയൊന്നും ചെയ്യരുത്. മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബ്ലാക്ക് കളർ ആവുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ആവി പിടിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവുകയും ആ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് റിമൂവ് ആയി വരും. അതുകൊണ്ട് ആവി പിടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഫേസിൽ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. ഫൈനലി ഇത്രയും വൈറ്റ് ഹെഡ്സ് എൻ്റെ ഫേസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, എങ്കിലും ഈ ഒരു ടൂള് നല്ലതാണ്. വാങ്ങി യൂസ് ചെയ്യേണ്ടവർ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഫേസിൽ നിന്ന് ഒരുപാട് റിമൂവായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.